ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ? നാരങ്ങ കൊണ്ടാണ് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. വൈറ്റ് ലൈം പിക്കിൾ അല്ലെങ്കിൽ വെള്ള നാരങ്ങ അച്ചാർ എന്ന് ഇതിനെ പറയാം. ഇതൊരു ഓയിൽ ഫ്രീ അച്ചാറാണ്. ഇതിലൊട്ടും എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളകോ കാന്താരി മുളകോ എരിവിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 12 ചെറുനാരങ്ങയാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ സൈസിലുള്ള നാരങ്ങയാണ്. ഇനി നാരങ്ങ ഒന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. അതിനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ച് അതിന്റെ പുറത്ത് തട്ട് വെക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവിയേറ്റിയാലും മതി. ഈ സ്റ്റീമറിന്റെ തട്ടിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഈ സ്റ്റീമർ ഒന്ന് മൂടി സ്റ്റീം ചെയ്തെടുക്കണം. നാരങ്ങയുടെ പുറമൊന്നും പൊട്ടിപ്പോകാതെ അതിന്റെ തൊലി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ സ്റ്റീമർ ഓഫ് ചെയ്ത് നാരങ്ങ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നാരങ്ങ തണുത്ത് വന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നാരങ്ങ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂ ഒരു ടവലോ വെച്ച് നാരങ്ങ നന്നായിട്ട് തുടച്ചെടുക്കണം. ഈ നാരങ്ങ ചോപ്പിംഗ് ബോളിൽ വെച്ച് ഇതുപോലെ 8 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അരിയുന്ന സമയത്ത് നമുക്ക് കുരു വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നാരങ്ങയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഉപ്പുപൊടിയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു കുപ്പി എടുക്കണം. നല്ല കഴുകി ഉണക്കിയ കുപ്പി ആയിരിക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് മൂടി ഒരു 3 ദിവസം മാറ്റി വെക്കണം. എല്ലാ ദിവസവും ഇതൊന്നെടുത്ത് കുലുക്കി കൊടുക്കണം. ഇപ്പൊ നാരങ്ങ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി അച്ചാറിന് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. തിളപ്പിച്ചാറിയ വെള്ളം, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ക്യാരറ്റ് ഇതേപോലെ കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത്, വിനാഗിരി. നാരങ്ങ സ്റ്റീം ചെയ്തെടുത്തതുപോലെ ഒരു സ്റ്റീമറില് ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. കൂടുതൽ വെന്ത് പോകരുത്. സ്റ്റീം ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് എടുത്താൽ മാത്രം മതി. ഇതുപോലെ സ്റ്റീം ചെയ്ത് പാകമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ നാരങ്ങയിൽ ഉപ്പ് പുരട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഉപ്പ് പുരട്ടി കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കാം. കൂടുതൽ അച്ചാറുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുറേശ്ശെ ചെറിയ കുപ്പിയിൽ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഓയിൽ ഫ്രീ ആയ വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നമുക്കിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.